ഹലോ എവരിവൺ, എല്ലാവർക്കും എഡ്യൂക്കേറ്റഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ സ്പെക്ട്രൽ ലൈൻസ് അല്ലെങ്കിൽ സ്പെക്ട്രൽ സീരീസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഹൈഡ്രജന്റെ, അതായത് ലൈമൺ, ബാമർ, പാഷൻ, ഫണ്ട്, അങ്ങനെ പല സീരീസിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? സോ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് എന്താണ് സ്പെക്ട്രൽ സീരീസ് അല്ലെങ്കിൽ ഹൈഡ്രജന്റെ കേസിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഹൈഡ്രജന്റെ കേസിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഹൈഡ്രജൻ ഒരു അറ്റോമിക് നമ്പർ 1 ആണല്ലോ ഹൈഡ്രജൻ. സോ അവിടെ ഒരു എമിഷൻ സ്പെക്ട്രമാണ് യൂഷ്വലി നടക്കുന്നത്. അബ്സോർപ്ഷൻ സ്പെക്ട്രം അല്ല, എമിഷൻ സ്പെക്ട്രമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഹൈഡ്രജൻ എമിഷൻ സ്പെക്ട്രം ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് എവിടെ നിന്നൊക്കെ അല്ല ഏതൊക്കെ ടൈപ്സ് ഓഫ് എമിഷൻ സ്പെക്ട്രം അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഹൈഡ്രജന്റെ ആ ഒരു സ്പെക്ട്രത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ N=1 തുടങ്ങുന്നതിനൊരു പർട്ടിക്കുലർ പേര്, N=2 ആണ് വേറൊരു പേര്. അതുപോലെ ആ ഒരു ഓരോ വാല്യൂസും പറയുന്ന പല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഴുതുന്നതാണ് ലൈമൻ സീരീസ്. ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് പിന്നെ വരുന്നതാണ് ഫണ്ട് സീരീസ്. സോ ഇത് അഞ്ചെണ്ണം അല്ലാതെ ഒരു ഒരെണ്ണം കൂടെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ അങ്ങനെ യൂഷ്വലി പറയാറില്ല. അത് ഹയർ എനർജി ലെവൽസിലോട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മൾ യൂഷ്വലി അതിന്റെ പേര് പറയുന്നത്. സോ അതെന്ന് പറയുമ്പോൾ ഹംഫ്രീസ് സീരീസ് എന്നാണ് പറയുന്നത്. ഹംഫ്രീസ് സീരീസ്. സോ ഇതാണ് നമ്മുടെ ബേസിക്കലി വരുന്ന ആ 5. ഇത് ജസ്റ്റ് നോക്കിയാലും കുഴപ്പമില്ല. ഈ 5 സീരീസുകൾ ഇതൊക്കെയാണ്. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഈ ലൈമൻ സീരീസ് പറയുമ്പോഴത്തേക്കും എന്താണ്, N=1 to infinity ആണ് ലൈമൻ സീരീസ്. ഓക്കെ, N=1 to infinity. അപ്പം ബാമർ സീരീസ് പറയുമ്പോൾ N=2 to infinity ആണ് പറയുന്നത്. അതുപോലെ പാഷൻ ആണെങ്കിൽ N=3 to infinity പറയുന്നു. ബ്രാക്കറ്റ് N=4 to infinity. ആൻഡ് ഫണ്ട് സീരീസിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും N=5 to infinity. അപ്പൊ ലാസ്റ്റ് വൺ ഹംഫ്രി സീരീസിന്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞു. അതായത് ഹംഫ്രി സീരീസ് വരുമ്പോഴത്തേക്കും ഈ N=5 വരുന്ന കേസിലെല്ലാം ഹംഫ്രി സീരീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ പർട്ടിക്കുലർ പേരൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ഷെല്ലിന്റെ കേസിൽ ഇതിനെ പറയുവാണെങ്കിൽ അല്ലെങ്കിൽ ഓക്കെ, ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ഇതെന്തായിരിക്കും, N=1 ആയിരിക്കും. ലൈമൻ സീരീസിന്റെ ഇതായിരിക്കും വരുന്നത് N=1. സോ ഇതെന്തായിരിക്കും, N=2. ബാമർ സീരീസ് ഇതെന്തായിരിക്കും, N=3 ആയിരിക്കും. അതുപോലെ ഇതെന്താണ്, N=4. അതുപോലെ ഇതാണ് N=5. സോ ഇങ്ങനെയാണ് ബേസിക്കലി അതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ. മീൻസ് നമ്മൾ ആ ഷെല്ലിൻ്റെ ബേസിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെ വരും. പിന്നെ ഇതിനെ നമ്മൾ അല്ലാതെ നമ്മൾ ആ എമിഷൻ സ്പെക്ട്രം ആ ഒരു ഇതിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ N=0 എടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്താണ്, N=1 to ലൈമൻ സീരീസിന്റെ കേസാണ് ഫസ്റ്റ് നോക്കുന്നത്. അപ്പം 2 ഫസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ 3 വരാം, പിന്നെ 4 വരാം, അങ്ങനെ പിന്നെ 5 ഉണ്ട്, 5 വരാം. ഇതെന്താണ്, ലൈമൻ സീരീസിന്റെ കേസാണ്. അതുപോലെ അടുത്ത എന്താണ്, അടുത്ത വരുന്നത് N=2 വരുന്ന കേസാണ്. സോ അത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരാം അല്ലെ. പിന്നെ വരുന്ന 3 ആണ്. 3 വരുമ്പോഴത്തേക്കും
ഓക്കെ, അങ്ങനെ ലാസ്റ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം n ഈസ് ഈക്വൽ ടു 4/5 വരുന്ന ആ ഒരു കേസ് ഒക്കെയാണ് യൂഷ്വലി പറയുന്നത്. അത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു. സോ ഇതിനെ നമ്മൾ യൂഷ്വലി ഇവിടെ നമ്മൾ വേവ് ലെങ്ത് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. അതിൽ റിഡ്ബർഗ് ഫോർമുല എന്നാണ് പറയുന്നത്. സോ റിഡ്ബർഗ് ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്കും 1/λ അല്ലെങ്കിൽ ലാംഡയാണ്. എന്ത് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡയാണ്. വേവ് ലെങ്ത്. ഓക്കെ, അപ്പം 1/λ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ നമ്മൾ വേവ് നമ്പറിനെ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് 1/λ വെച്ച് പറയുന്നത്. സോ 1/λ ഈസ് ഈക്വൽ ടു r ഇൻറ്റു z സ്ക്വയർ ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ഓക്കെ, സോ അതാണ് ബേസിക്കലി നമ്മുടെ ആ ഒരു റിഡ്ബർഗ് ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോർമുല. നമ്മുടെ വേവ് നമ്പർ കാണാൻ വേണ്ടി അല്ലെങ്കിൽ വേവ് ലെങ്ത് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷനാണ് അത്. ഓക്കെ, ഇവിടെ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഞാൻ പറഞ്ഞു. സോ റിഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് അതിന്റെ വാല്യൂ വരുന്നത്. അതുപോലെ ഇസ്റ്റഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അറ്റോമിക് നമ്പർ ആണ്. ഹൈഡ്രജൻ ആണെങ്കിൽ 1 വരും, അതുപോലെ ഹീലിയം ആണെങ്കിൽ 2 വരും. അതിന്റെ സ്ക്വയർ ആണ് അവിടെ എടുക്കുന്നത്. പിന്നെ n1 എന്ന് പറയുമ്പോഴത്തേക്കും ഏത് സീരീസ് ആണ്. ഇപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് തരാൻ ബ്രാക്കറ്റ് സീരീസ് എന്നാണ് തുടങ്ങുന്നത്. ബ്രാക്കറ്റ് സീരീസ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോക്കാം. അതായത് ബ്രാക്കറ്റ് സീരീസ് ആകുമ്പോൾ n ഈസ് ഈക്വൽ ടു 4 to infinity ആണ്. അപ്പം ചിലപ്പോൾ ഒരു എമിഷൻ സ്പെക്ട്രം തന്നിരിക്കും. അപ്പം അതായത് ഇപ്പം n ഈസ് ഈക്വൽ ടു 4 to അല്ലെങ്കിൽ n ഈസ് ഈക്വൽ ടു 10 to 4 അല്ലെ അങ്ങനെയൊക്കെ തരുവാണെങ്കിൽ എന്താണ് n1 എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പർട്ടിക്കുലർ സ്മോൾ വാല്യൂ പെട്ടെന്ന് ഓർത്തോണം. എപ്പോഴും n1 സ്മോൾ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇപ്പം 1 2 3 1ഉം 2 എടുക്കുവാണെങ്കിൽ 1 ആയിരിക്കും n1 ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഹയർ വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ ട്രാൻസിഷൻ ഇപ്പം 4 to അല്ലെങ്കിൽ 4 to 3 ആണെങ്കിൽ ഇതായിരിക്കും n2 വരുന്നത്. ഇത് എന്തായിരിക്കും n1 വരുന്നത്. ഓക്കെ, അതാണ് റിഡ്ബർഗ് ഇക്വേഷൻ വരുന്നത്. സോ ഇത് വെച്ചാണ് നമ്മൾ യൂഷ്വലി പ്രോബ്ലംസ് ഒക്കെ യൂഷ്വലി ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനിഷ്യലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു സീരീസ്, അതിൻ്റെ നമ്പറിങ്, ഇതൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഹംഫ്രി സീരീസ് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. സോ ഇത് വെച്ചൊരു വാല്യൂ കിട്ടും. എന്നിട്ട് ആ ഒരു വാല്യൂവിൻ്റെ റെസിപ്രോക്കൽ എടുത്താലും നമുക്ക് ലാംഡ കിട്ടും. ഓക്കെ, ലാംഡ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 2 പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ വേവ് ലെങ്ത് ഇൻ നാനോമീറ്റർ the spectral lines associated with the transition from n is equal to 3 to 2 from for lithium 2+ ion. So lithium 2+, ലിഥിയത്തിന്റെ Li 2+ ആണ്. സോ Li എന്ന് പറയുമ്പോഴത്തേക്കും അറ്റോമിക് നമ്പർ 3 ആണ്. സോ ലിഥിയം 3 ആയിരുന്നു Li എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെ Li 3+ ആയതുകൊണ്ട് 2+ ആയതുകൊണ്ട് എന്താണ് 2 ഇലക്ട്രോൺസ് പോയി. സോ അവിടെ എന്താണ് ഹൈഡ്രജന്റെ ആ ഒരു കോൺഫിഗറേഷൻ തന്നെയാണ് വരുന്നത്. 1 ഇലക്ട്രോൺ വന്നു. ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന വാട്ട് ഇസ് എ വേവ് ലെങ്ത് ഇൻ നാനോമീറ്റർ ഇഫ് ദ സ്പെക്ട്രൽ ലൈൻസ് അസോസിയേറ്റഡ് വിത്ത് ദ ട്രാൻസിഷൻ ഫ്രം n ഈസ് ഈക്വൽ ടു 3 to 2. ഓക്കെ, അവിടെ എമിഷൻ സ്പെക്ട്രം തന്നെയാണ്. സോ n ഈസ് ഈക്വൽ ടു 3 to 2 ആണ്. അപ്പം n ഇതെന്തായിരിക്കും? ഇത് n2 ആണ്. അതുപോലെ ഇതെന്തായിരിക്കും? n1 ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞ സ്മോൾ വാല്യൂ ആണ് n1 യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ലാർജർ വാല്യൂ n2 കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. അതായത് റിഡ്ബർഗ് ഇക്വേഷൻ അല്ലെങ്കിൽ ആ വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 1/λ ഈസ് ഈക്വൽ ടു r ഇൻറ്റു z സ്ക്വയർ. ഓക്കെ, ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് ആറിന്റെ വാല്യൂ എന്താണ്? ആറ് നമുക്ക് ജസ്റ്റ് ആറായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. വാല്യൂസ് കോംപ്ലിക്കേറ്റഡ് ആയി പോകും. സോ ഇസ്റ്റഡ് ഇവിടെ ലിഥിയം ആണ്. ലിഥിയം എന്ന് പറയുമ്പോഴത്തേക്ക് അറ്റോമിക് നമ്പർ 3 ആണ്. 3യുടെ സ്ക്വയർ വരുമ്പോൾ 9 വരും. 9 വരുന്നു ഇൻറ്റു 1/n1. n1 എത്രയാണ്? n1 ഇവിടെ 2 ആണ് വരുന്നത്. സോ 2ന്റെ സ്ക്വയർ 4 ആണ്. പിന്നെ n2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ ദാറ്റ് ഈസ് 1/9 വരുന്നു. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും വാല്യൂ? ഓക്കെ, ഇത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും ആൻസർ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ 6 ഇൻറ്റു 9
9 ഇൻറ്റു ഇവിടെ നമുക്ക് LCM ഒക്കെ എടുത്ത് ചെയ്യാം. സോ LCM എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? 9 മൈനസ് 4/36 അല്ലെ 9 ഇൻറ്റു 4 നമുക്ക് കുറച്ച് എളുപ്പത്തിൽ എഴുതാം. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ വരുന്നു. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 9 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ 6 ഇൻറ്റു ഇത് എത്ര വരും? 5/4 വരും. ഓക്കെ, ദാറ്റ് ഈസ് 1/λ is equal to r into 5/4. 1/λ is equal to അല്ല 5/4 r എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി എന്താണ് കാണേണ്ടത്? ഇനി കാണുന്നത് ലാംഡയുടെ വാല്യൂ, വേവ് ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. സോ ലാംഡ ഈസ് ഈക്വൽ ടു എത്ര വരും? ഇത് നേരെ റെസിപ്രോക്കൽ എടുത്ത് പോയാൽ മതി. അതായത് 4/5 ഇൻറ്റു r എന്ന് വരും. ഓക്കെ, സോ ആറിൻ്റെ വാല്യൂ ആണ് നമുക്ക് കൊടുക്കുക. അതായത് 109677 ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴായാലും നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ലാംഡയുടെ ആക്യുറേറ്റ് വാല്യൂ കിട്ടുന്നതാണ്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത് in Lyman series of helium plus ion? സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 2 ആണ്. സോ He പ്ലസ് ആയപ്പോൾ ഒരു ഇലക്ട്രോൺ ആയി. സോ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം ആയി. സോ വാട്ട് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത് Lyman series of helium ion? സോ Lyman series കൺസിഡർ ചെയ്യുന്ന എവിടെ തൊട്ടാണ്? n is equal to 1 to infinity ആണ് Lyman series കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ മാക്സിമം വേവ് ലെങ്ത് ലൈൻ ആണ് കാണുന്നത്. സോ നമുക്ക് ബേസിക്കലി ഫോർമുല എഴുതണം. ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്കും 1/λ is equal to r of z square into 1/n1 square minus 1/n2 square. So 1/λ is equal to r into ഹീലിയം എന്ന് പറയുമ്പോഴത്തേക്കും അറ്റോമിക് നമ്പർ 2 ആണ്, 4 ആണ് അതിൻ്റെ സ്ക്വയർ വരുന്നത്. പിന്നെ 1/n1 സ്ക്വയർ. സോ n1 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നോക്കുവാണെങ്കിൽ 1 ആണ്. സോ 1/1 മൈനസ് 1/2 സ്ക്വയർ, ദാറ്റ് ഈസ് 4 വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് r into 4 1 മൈനസ് 1/4 3/4 വരും. ഓക്കെ, ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ആയി നമുക്ക് ആൻസർ എന്ത് വരും? 3r എന്ന് വരും. ഓക്കെ, സോ അതാണ് നമുക്ക് വരുന്ന ആ ഒരു ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും. സോ ഇവിടെ n2 നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ വരുന്നത് 2 ആണ്. ട്രാൻസിഷൻ 2ൽ നിന്ന് 1ലോട്ടാണ് പോകുന്നത്. ഓക്കെ, സോ 2 ആണ്. സോ മാക്സിമം വേവ് ലെങ്ത് വരുന്ന ആ ഒരു പർട്ടിക്കുലർ റേഞ്ചിലാണ് നമുക്ക് പറയുന്നത്. സോ 3r ആണ് ആ ഒരു പർട്ടിക്കുലർ ആൻസർ വരുന്നത്. So next question, which of the electronic transition in a hydrogen atom will require the largest amount of energy? കുറേ ട്രാൻസിഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത് ഏതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് n is equal to 1 to 2 ഉണ്ട്, അതുപോലെ n to 2 to 4 ഉണ്ട്, പിന്നെ 5 to 1 ഉണ്ട്, n to 3 to 5 ഉണ്ട്. സോ ഇതിനെ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ കേസ് നോക്കുവാണെങ്കിൽ ഇവിടെ 1 to 2 ആയതുകൊണ്ട് അവിടെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. മറ്റേ എല്ലാ കേസിലും നോക്കുവാണെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് വരും. അതായത് ഇവിടെ 1 to 2, അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ പോസിറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്, പക്ഷെ ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ഏറ്റവും ലാർജ് ആയിട്ട് വരുന്നത് ഈ n is equal to 1 to n is equal to 2 വാല്യൂ ആണ് കിട്ടുന്നത്. സോ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയായിരുന്നു ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.